സംഖ്യാപുസ്തകം 27-ാം അധ്യായം. അനന്തരം യോസഫിൻ്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഗീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫെരിൻ്റെ മകനായ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും ഏലയാസർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായ്ക കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരേണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നതു ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മകൾക്ക് കൊടുക്കണം. അവന് മകളില്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ അപ്പന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരന് അവൻ്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അതു കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുപോകുവാനും സകല ജഡത്തിൻ്റെ ആത്മാക്കളുടെയും ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ചു. അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലയാസറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി. അവർ കാണുക അവന് ആജ്ഞ കൊടുക്കാം. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വെക്കണം. അവൻ പുരോഹിതനായ ഏലയാസറിൻ്റെ മുമ്പാകെ നിൽക്കണം. അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസമയം അവൻ്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ചു പുരോഹിതനായ ഏലയാസറിൻ്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി. അവൻ്റെ